കിനാവിലെ സുൽത്താൻ പാർട്ട് 2. രചന ലുക്കു ലുക്കുമാൻ തക്കുവ. അവതരണം ഫാത്തിമത്ത് അഫ്സാന ആൻഡ് ഷാഹുൽ മലയിൽ. അവനത് പറഞ്ഞു നിർത്തിയപ്പോൾ ഒരു നിമിഷം എൻ്റെ ശ്വാസം നിലച്ചുപോയി. മറുപടിയൊന്നും കൊടുക്കാതെ ഞാൻ ഫോൺ വെച്ചു. കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. ഇല്ല, അവനെന്നെ പറ്റിച്ചതായിരിക്കും. എൻ്റെ പാത്തു. അവളൊരിക്കലും എന്നോട് ഈ നെറികേട് കാണിക്കില്ല. എന്നെ സ്വയം സമാധാനിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഞാൻ വിളിച്ചു തുടങ്ങി. കുറേ വിളിച്ചപ്പോൾ മറുതൽക്കൽ നിന്നും ഏങ്ങലടികൾ കേട്ടു. അത് കേട്ടപ്പോൾ പലതും സത്യമാണെന്ന് തോന്നിപ്പോയി. പാത്തു, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ? അക്കുക്ക, എന്നെ ശപിക്കല്ലേ, എന്നെ വെറുക്കല്ലേ. ഓ, അപ്പോ ഞാൻ കേട്ടെല്ലാം സത്യമായിരുന്നല്ലേ? ഇക്കന്നോട് ക്ഷമിക്ക്. ഞാനിനി എൻ്റെ അക്കുക്കാടെ പാത്തു അല്ല. ആ പാത്തു മരിച്ചുപോയി. ഞാനിന്ന് എൻ്റെ മഹറിൻ്റെ അവകാശിയുടെ പെണ്ണു മാത്രമാണ്. എന്നെ ശപിക്കല്ലേ. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഞാൻ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ വഞ്ചിക്കാനായിരുന്നു എന്തിനാണ് എനിക്ക് കുന്നോളം മോഹങ്ങൾ തന്നത്? എൻ്റെ മനസ്സ് മുഴുവൻ നിനക്കായി പകർന്നു നൽകിയതിന്, നിന്റെ പ്രാണനേക്കാളും സ്നേഹിച്ചതിന് നീ നൽകിയ സമ്മാനം കൊള്ളാം. അക്കുക്ക, എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഇക്കയും വാപ്പയും നിർബന്ധിച്ചപ്പോൾ എനിക്കായില്ല അവരോട് പൊരുതി നിൽക്കാൻ. ഞാനൊരു പെൺകുട്ടിയല്ലേ ഇക്ക. എനിക്ക് പിടിച്ചു നിൽക്കാൻ പരിമിതികളുണ്ട്. ഒടുവിൽ കഴുത്ത് നീട്ടി കൊടുക്കേണ്ടി വന്നു. അക്കുക്ക, എന്നെ വെറുക്കല്ലേ. ഇനി അക്കു എന്ന പേര് നിന്റെ സ്വന്തമല്ല മിൻഹ. വിളിച്ചു പോവരുതെന്നെ അങ്ങനെ. നിനക്ക് വേണ്ടി മാത്രല്ലേടി വീടും നാടും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് മരിച്ച് ജീവിക്കുന്ന. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയത്. തകർന്നു. ഈ അക്കുവിൻ്റെ മോഹങ്ങളും സ്വപ്നങ്ങളും തകർത്തു. അതിലെ രാജകുമാരി തന്നെ. ജീവിക്കാം എവിടെയാണെങ്കിലും. ഈ അക്കു നിന്നെ തേടി പ്രതികാരത്തിനൊന്നും വരില്ല. ഞാൻ സ്നേഹിച്ചത് അന്നും ഇന്നും എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അക്കുക്കാന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന എൻ്റെ 6 വയസ്സുകാരിക്ക് ഇങ്ങനെയാണ്. അവളോടൊന്നിനെയും ഈ ലോകത്ത് ഈ അക്കു സ്നേഹിച്ചിട്ടില്ല. അവളെ പ്രതീക്ഷിച്ച പോലെ ജീവിതത്തിലും മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ജീവിക്കാം പുതിയൊരു തുടക്കം കുറിച്ചുകൊണ്ട്. നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. തകർന്നടിഞ്ഞത് ഈ അക്കുവാണ്. നിനക്ക് എന്നേക്കാൾ കരുത്തും പണമുള്ളൊരുവന് കിട്ടി. അന്നും ഇന്നും വട്ടപൂജയാണ്. ഇനി ഒരിക്കലും ഈ ശബ്ദമോ ഈ മുഖമോ നിന്നെ തേടിയെത്തില്ല. പേടിക്കണ്ട. നിന്നെ ശപിച്ച് ഭസ്മാക്കാനുള്ള കരുത്തൊന്നും ഈ പാവപ്പെട്ടവനില്ല. സ്നേഹം, അത് മാത്രമാണ് ഈ നിമിഷം വരെ നിന്നോട് എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ അവസാനിക്കുന്നു മിൻഹ നിന്റെ ജീവിതത്തിലെ അക്കു എന്ന അധ്യായം. ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അവളുടെ മറുപടി കാത്തിൽക്കാതെ ഞാൻ ഫോൺ വെച്ചു. നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കണ്ണീരിനെ തുടച്ചു മാറ്റി. ഇനി സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അക്കുവല്ല ഞാൻ. ജീവിക്കും അവളോടുള്ള വാശിയിൽ. അങ്ങനെ മിൻഹ സമ്മാനിച്ചു പോയ ചതിയിൽ വളർത്തിയെടുത്തത് ഞാൻ എൻ്റെ പുതിയ സ്വപ്നങ്ങളായിരുന്നു. SRR ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD ആയി മാറി. 1 വർഷം കൊണ്ട് ഈ അക്കു വീട്ടിലും നാട്ടിലുമെല്ലാം അറിയപ്പെടുന്നൊരു പ്രവാസിയായി മാറി. തിരികെ ഫ്ലൈറ്റ് കയറുമ്പോൾ എൻ്റെ മുഖത്തെ പുഞ്ചിരി പാടെ മാഞ്ഞിരുന്നു. ഈ യാത്ര ഒരുപാട് കൊതിച്ചതായിരുന്നു. അവളുടെ ജീവിതത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക് പറന്നിറങ്ങാൻ വേണ്ടി. കണ്ണുകൾ കൂട്ടിയടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി വീട്ടിലെത്തിയപ്പോൾ എന്നത്തെയും പോലെ നിറ കണ്ണുകളുമായി എൻ്റെ ഉമ്മ നിൽപ്പുണ്ടായിരുന്നു. ആ കണ്ണീർ എന്നോടുള്ള സഹതാപമായിരുന്നു. വഞ്ചിക്കപ്പെട്ട സ്വന്തം മകൻ്റെ മുഖം കാണാനാവാതെയുള്ള ഒരു ഉമ്മയുടെ വിങ്ങൽ. ഉമ്മയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. മോനെ, ഈ വന്നതല്ലേ ഉള്ളൂ, പോയി കുളിച്ചിട്ടൊക്കെ വാ. ഉമ്മാക്ക് മോനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഉമ്മ, നിങ്ങൾ കാര്യം പറയും. ഈ പോയിട്ട് വാടാ. അങ്ങനെ ഉന്തിത്തള്ളി എന്നെ കുളിക്കാനായി പറഞ്ഞു വിട്ടു. ഈ ഉമ്മാൻ്റെ ഒരു കാര്യം. കുളിയും ഭക്ഷണവുമെല്ലാം കഴിഞ്ഞ് ഉമ്മയുടെ മടിയിൽ തലവെച്ച് ഞാൻ കിടന്നു. ആ തണുത്ത വിരലുകൾ എൻ്റെ മുടിയിഴകളിലൂടെ സഞ്ചരിച്ചപ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ പോലും അറിയാതെ ഉറക്കത്തെ തേടിപ്പോയി. മോനെ അക്കു. പറ ഉമ്മി. ഇനിയും ഇങ്ങനെ നീറിക്കഴിയുന്ന ഉമ്മാക്ക് കാണാൻ വയ്യ. ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൻ കേൾക്കുവോ? എത്രയും പെട്ടെന്ന് എൻ്റെ കുട്ടിയൊരു നിക്കാഹ് കഴിക്കണം. ഉമ്മ പറയാൻ പോകുന്ന കാര്യം ഇതായിരിക്കുമെന്ന് എനിക്കൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അധികം അത്ഭുതമൊന്നും എന്നിൽ ഉടലെടുത്തില്ല. നിറഞ്ഞ കണ്ണുകളോടെ എന്നോട് നടത്തിയ അഭ്യർത്ഥന അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കായില്ല. ഉമ്മി കണ്ടുപിടിക്കുന്ന കുട്ടിയെ ഉമ്മി പറയുന്ന സമയത്ത് ഈ അക്കു നിക്കാഹ് കഴിക്കും. ഇത് ഈ അക്കു ഉമ്മിക്ക് തരുന്ന വാക്കാണ്. എന്നെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഒലിച്ചിറങ്ങിയ കണ്ണീരിൽ എന്നോടുള്ള അടങ്ങാത്ത സ്നേഹമായിരുന്നു ഞാൻ കണ്ടത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ടി ഉമ്മിയൊരു പെണ്ണിനെ കണ്ടെത്തി. എനിക്ക് നേരിട്ട് കണ്ടാൽ മതിയെന്നായിരുന്നു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒന്നും ഞാൻ നോക്കാനേ പോയില്ല. എന്തിനേറെ പേര് പോലും ചോദിച്ചില്ല. അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു.
അക്കുവിൻ്റെ ജീവിതത്തിലെ പുതിയ അധ്യായം. ഒരു വലിയ ഗേറ്റ് കടന്ന് കാർ അകത്തേന്ന് നിർത്തി. മാന്യതയോടെ ഞങ്ങളവർ സ്വീകരിച്ചിരുത്തി. കുശലാന്വേഷണമെല്ലാം കഴിഞ്ഞു. പെൺകുട്ടിയുടെ വാപ്പ അവൾ വിളിച്ചുകൊണ്ടുവരാൻ ആളെ പറഞ്ഞു വിട്ടു. എന്തുകൊണ്ടോ എൻ്റെ ഹൃദയത്തിൻ്റെ താളത്തിൽ ഒരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടു. എന്നിലേക്ക് അവളുടെ കൊലുസിൻ്റെ ശബ്ദം മടുക്കും തോറും എൻ്റെ ഹൃദയമിടിപ്പിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. എൻ്റെ മുന്നിലായി വന്നു നിന്ന് അവളെ നിവർന്നു നോക്കിയതും ആ നാമം എൻ്റെ അനുവാദത്തിനായി കാത്തിൽക്കാതെ പുറത്തേക്ക് വന്നു. ഷഹാന. അവളുടെ മുഖത്തും എന്നെ കണ്ടതിലുള്ള അത്ഭുതം തളകെട്ടി നിന്നു. അവൾ എനിക്കായി നീട്ടി ആവി പറക്കുന്ന ചായ കുടിക്കുന്നതിനൊപ്പം എൻ്റെ ഓർമ്മകളിലേക്ക് ഞാൻ പറന്നു നീങ്ങി. ചെക്കിങ്ങിന് വെയിറ്റ് ചെയ്യുന്നപ്പോഴാണ് എൻ്റെ നേരെ സഹായവുമായി ഒരു പെൺകുട്ടി കടന്നു വന്നത്. എക്സ്ക്യൂസ് മീ, ഈ ബാഗ് എടുക്കാനൊന്ന് സഹായിക്കാമോ? അതിനെന്താ, എടുത്തുതരാം. ബാഗ് എടുത്തു വെച്ച് കൊടുത്തും ഒരു നന്ദി പോലും പറയാതെ അവൾ അവിടുന്ന് പോയി. ജാടയാണെന്ന് തോന്നുന്നു. ഒരു താങ്ക്സ് പോലും പറയാതെ പോയി. അങ്ങനെ എയർപോർട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറി. എൻ്റെ സീറ്റ് ചൂണ്ടിക്കാണിച്ച എയർ ഹോസ്റ്റസിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നു നീങ്ങി. അവിടെ എത്തിയപ്പോൾ നേരത്തെ കണ്ട അവതാരത്തെ ഒന്നും കൂടി കണ്ടു. കയ്യിലുള്ള ബാഗുകൾ ധൃതിയിൽ മുകളിലേക്ക് കയറ്റി വെക്കുന്നു. അവൾ വെക്കാൻ ശ്രമിക്കും തോറും അതെല്ലാം താഴേക്ക് ഊർന്ന് വീണുകൊണ്ടിരുന്നു. അടക്കി പിടിച്ച ചിരിയുമായി അവളെ മാറ്റി നിർത്തി ഞാൻ ബാഗ് വെച്ചു കൊടുത്തു. എൻ്റെ നേരെ 32 പല്ലും കാണിച്ചുകൊണ്ട് ഒരു ചിരി പാസ്സാക്കിയിട്ട് അവിടെ ഇരുന്നു. അവളുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ സീറ്റും. ഈ ജന്തുവിൻ്റെ ഡിക്ഷണറിയിൽ നന്ദി എന്നൊരു വാക്കില്ലേ? ഞാൻ മനസ്സിൽ പറഞ്ഞു തരും മുന്നേ അവൾ പറഞ്ഞു തുടങ്ങി. അതെ, നേരത്തെ പെട്ടെന്നുള്ള തിരക്കിൽ ഞാൻ നന്ദി പറയാൻ വിട്ടുപോയി. സോറി. ഞാനേ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ. ആ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അവളെ നല്ലപോലെ താങ്ങിയതാണെന്ന് മനസ്സിലായപ്പോൾ എന്നെ നോക്കി ചിരിക്കണോ വേണ്ടോ എന്ന മട്ടിൽ ഒരു ചെറിയ ചിരി സമ്മാനിച്ചു. പേടിയുണ്ടോ? എന്തിന്? അല്ല, ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റിൽ. ഉള്ളിൽ പേടിയുണ്ട് എന്ന് അവളുടെ മുഖത്ത് എഴുതി വെച്ചിരുന്നു. എന്നിരുന്നാലും പേടിയില്ലെന്ന് വളരെ ധൈര്യപൂർവ്വം തന്നെ അവൾ പറഞ്ഞൊപ്പിച്ചു. എനിക്കതൊക്കെ കേട്ട് ചിരി വരികയായിരുന്നു. അതെ, ഈ ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് ഹൃദയമൊക്കെ ഉണ്ടല്ലോ, കയ്യിലിരിക്കും. ചിലപ്പോൾ ആകാശത്തെത്തുമ്പോഴേക്കും നമ്മൾ ആവിയായിട്ട് മാറും കേട്ടോ. എനിക്കാണെങ്കിൽ അതൊക്കെ ശീലമായി. ഇയാൾ കേട്ടിട്ടില്ലേ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയെന്ന്? എന്തുമാത്രം പേരാണ് അങ്ങനെ മരണപ്പെട്ടുള്ളത്? എൻ്റെ സംസാരം കേട്ട് കണ്ണും തള്ളി ഇരിക്കുകയാണ് അവൾ. ഒട്ടും ഭാവവ്യത്യാസം മുഖത്ത് വരുത്താതെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ അവൾ പേടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ മതിയെന്ന അവസ്ഥയായി. ഫ്ലൈറ്റ് എടുക്കാറായി എന്ന് അനൗൺസ് ചെയ്തപ്പോൾ ദയനീയമായി എന്നെ അവളൊന്ന് നോക്കി. ഞാനതൊന്നും കണ്ട ഭാവം നടിക്കാതെ അവിടെ ഇവിടേക്ക് ആയിട്ട് നോക്കിയിരുന്നു. ഓരോ നിർദ്ദേശങ്ങൾ എയർ ഹോസ്റ്റസ് വന്ന് തന്നപ്പോൾ ഒന്നും മനസ്സിലാവാതെ വേറെ ഏതോ ലോകത്തെന്ന പോലെ അവൾ ഇരുന്നു. ഒടുവിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ അവർ വന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ദയനീയമായ നോട്ട് എൻ്റെ നേരെ തൊടുത്തു വിട്ടു. അതിൽ എൻ്റെ സഹായം അവൾക്ക് വേണമെന്ന് വ്യക്തമായിരുന്നു. ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊടുത്ത് മരിക്കാൻ തന്നെ പോവാണെന്ന് പറഞ്ഞു. എന്തൊക്കെയോ ജപിച്ചുകൊണ്ട് അവൾ ഇരുന്നു. എനിക്ക് മാത്രമേ അറിയൂ ഞാൻ എങ്ങനെയാണ് അതൊക്കെ കണ്ട് ചിരി അടക്കി പിടിച്ചിരുന്നതെന്ന്. ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങിയപ്പോൾ കണ്ണുകൾ ഇറുകെ പിടിച്ചുകൊണ്ട് അവൾ അലറി വിളിക്കാൻ തുടങ്ങി. പടച്ചോനെ, പണി പാളിയോ? ആളുകളെല്ലാം അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി, കൂട്ടത്തിൽ എന്നെയും. അവളുടെ ചെവിയിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും ഒരു വ്യത്യാസവും വന്നില്ല. ഒടുവിൽ കയ്യിലൊരു നുള്ളു കൊടുത്തപ്പോഴാണ് മിണ്ടാതിരുന്നത്. ഫ്ലൈറ്റ് ആകാശത്തെത്തിയിട്ടും പുള്ളിക്കാരി കുഴപ്പം തോന്നാഞ്ഞപ്പോൾ എന്നെ ആ ഉണ്ടക്കണ്ണുകൾ ഉരുട്ടി പേടിപ്പിച്ചു. ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന മട്ടിൽ ഞാനും ഇരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോഴെല്ലാം എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ തുടങ്ങി. മണിക്കൂറുകളുടെ കണ്ണുരുട്ടിന് ശേഷം അവളൊന്ന് ശാന്തമായി. ദുബൈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് പറന്നിറങ്ങിയപ്പോൾ ഞാനും അവളൊരു നല്ല സൗഹൃദം അവിടെ തുടങ്ങി കഴിഞ്ഞിരുന്നു. വഴക്കിട്ടും ചിരിച്ചും ഞാനും അവളും പരസ്പരം ഒരുപാട് അടുത്ത് കഴിഞ്ഞിരുന്നു. സലാം പറഞ്ഞ് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ കണ്ണുകൾ എവിടെയോ കണ്ടുമറന്ന ഓർമ്മ വന്നത്. ആ കണ്ണുകൾ എന്നെ വല്ലാണ്ട് ആകർഷിക്കുന്ന പോലെ. പുറത്തിറങ്ങിയിട്ട് കുറച്ചുനേരം അവൾക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തി. പക്ഷേ ആ മുഖം കണ്ടെത്തുക എന്നത് അത്ര നിസ്സാരമായ കാര്യമില്ലായിരുന്നു. അതിനുശേഷം ഇന്നാണ് അവളെ കാണുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടാവുമോ എൻ്റെ ഹൃദയം എന്നോട് സംസാരിച്ചത്? ഉമ്മിയുടെ വിളി കേട്ടപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും ഞാൻ തിരികെ പറന്നിറങ്ങിയത്. ഈ പോയി കുട്ടിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വാ. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് കാട്ടിത്തന്ന മുൻലക്ഷ്യം വെച്ച് ഞാൻ നടന്നു. കഥക് തുറന്ന് കയറിയപ്പോൾ ഞാൻ അനുഭവിച്ചു പരിചിതമായ അത്തറിൻ്റെ ഗന്ധം. വർഷം ഒന്ന് കഴിഞ്ഞുവെങ്കിലും ആ ഗന്ധം എൻ്റെ ഓർമ്മകളെ മറികടന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറി. അവൾ അവിടെയൊന്നും കണ്ടില്ല. അടുക്കും ചിട്ടയോടും കൂടി മനോഹരമായ ചിത്രങ്ങൾ ചുമരിൽ പിടിപ്പിച്ച് വിശാലമായൊരു മുറി. ഇവൾ ഇത്രയൊക്കെ വരക്കുമോ, അതോ ഇനി വാങ്ങിവെച്ചാണോ? ചിത്രത്തിൻ്റെ ഉടമയെ തേടി എൻ്റെ കാലുകൾ അവിടേക്ക് ചലിച്ചു. ഓരോ പടത്തിൻ്റെയും മടിയിൽ ഒരു കയ്യൊപ്പ് പോലെ കിനാവിലെ സുൽത്താൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവം? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഓരോ ചിത്രങ്ങൾക്കും മുഖദർശനം കൊടുത്തുകൊണ്ട് ഞാൻ നടന്നു നീങ്ങി ഒരു മേശയിൽ ചെന്ന് തട്ടി നിന്നു. ഏകദേശം എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വിവരം ഉണ്ടായിട്ടാണോ ഞാൻ പറഞ്ഞ മണ്ടത്തരങ്ങളെല്ലാം കേട്ടിരുന്ന്? ഇവൾ ആള് കൊള്ളാലോ. ആത്മകഥം പറഞ്ഞുകൊണ്ട് ഓരോ പുസ്തകം ഞാൻ വെറുതെ മറിച്ചു നോക്കി. അങ്ങനെ നിന്നപ്പോഴാണ് ഒരു തൂവൽ കൊണ്ട് കെട്ടിവെച്ച ഒരു ഡയറി എൻ്റെ കണ്ണിൽപ്പെട്ടത്.
ആർക്കും വായിക്കാമെന്ന രീതിയിൽ വലിയ ഇറുക്കത്തോടൊന്നുമല്ലായിരുന്നു അത് കെട്ടിവെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തുറന്നു നോക്കി. ആളൊഴിഞ്ഞ വീതിയിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ആളറിയാതെ എൻ്റെ കുടക്കീഴിൽ നീ വന്ന് ചേക്കേറിയപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ ഹൃദയത്തിലേക്കാണ് ആ മഴത്തുള്ളികൾ വന്ന് പതിച്ചത്. ആ വരികൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണുകൾ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ആദ്യത്തെ ചിത്രത്തിലേക്ക് പോയി. ഒരു പെൺകുട്ടി കുടയുമായി നടന്നു നീങ്ങുന്നു. അവളുടെ തൊട്ടടുത്ത് ഒരു പയ്യൻ തോളുകൾ തമ്മിലൊന്ന് ഉരസുക പോലും ചെയ്യാതെ നടന്നു പോകുന്നു. ഒട്ടും സമയം കളയാതെ അടുത്ത താളം ഞാൻ മറിച്ചു. എൻ്റെ കൽബും കവർന്ന് നീ എന്നിൽ നിന്നും മാഞ്ഞു പോയപ്പോൾ അറിയാതെ കൊതിച്ചുപോയി. ഒരിക്കൽ കൂടി ആ മഴ എനിക്കായി പെയ്തിറങ്ങിയിരുന്നെങ്കിലെന്ന്. ഇത്രയും മനോഹരമായിട്ടൊക്കെ എഴുതാൻ ഇവൾക്ക് അറിയായിരുന്നോ? മനസ്സിൽ വന്ന ചോദ്യങ്ങൾ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ അടുത്ത താളം മറിച്ചു. എന്നിലേക്ക് വന്ന് പതിച്ച ആ മഴത്തുള്ളികൾ ഇന്നും ഈ കൽബിൽ മായാതെ കിടക്കുന്നു. ഓരോ മഴയത്തും ആ മഴത്തുള്ളികൾ എന്നോട് കഥ പറയാറുണ്ട്. എൻ്റെ കൽബ് കവർന്ന സുൽത്താൻ്റെ കഥ. സുൽത്താൻ? അപ്പോൾ ആ സുൽത്താനെ മനസ്സിൽ കണ്ടുകൊണ്ട് വരച്ച ചിത്രങ്ങളാണല്ലേ ഇതൊക്കെ? മനസ്സിലൊരു സുൽത്താൻ ഉണ്ടായിട്ടും എന്തിനാണ് അവൾ ഈ ബന്ധത്തിന് സമ്മതിച്ചത്? എൻ്റെ ചിന്തകൾ എന്നോട് വിട പറഞ്ഞത് വാതിലിൻ്റെ അരികിൽ അവളുടെ കൊലുസിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ്. തിരിഞ്ഞു നോക്കി ഞാനാകെ ചമ്മിപ്പോയി. എന്നെ നോക്കി കയ്യും കെട്ടി നിൽക്കുന്ന ഷഹന. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.